OHM ന്യൂസിലൻഡിന്റെ ഓണം കുക്കിംഗ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഞ്ചിക്കറി, നാരങ്ങക്കറി, സാമ്പാർ, കാളൻ, അവിയൽ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഭവങ്ങളുടെ പ്രിപ്പറേഷൻ വീഡിയോസും ഇതിന് മുന്നത്തെ എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഭവം എന്താണെന്ന് നോക്കിയാലോ? ഇന്നത്തെ വിഭവം എന്താണെന്നും അത് നമ്മളെ ആരാണ് പരിചയപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിനെ പരിചയപ്പെട്ടാലോ? സ്വാഗതം ഗീതു. നമസ്കാരം. നമ്മുടെ കമ്മിറ്റി മെമ്പർ ജീവന്റെ വൈഫാണ് ഗീതു. അപ്പോൾ ഗീതു, കൂടുതൽ വിശേഷങ്ങൾ പറയൂ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? നാട്ടിലെവിടെയാണ്? എന്താ ചെയ്യുന്നേ? ഈ കുറച്ചുണ്ടോ? ഓക്കെ, ആദ്യം തന്നെ ഓം ന്യൂസിലാൻഡിന് എൻ്റെ ഒരു പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ആദ്യം ഇങ്ങനൊരു ഓണാഘോഷം എന്ന് പറയുന്നത് എന്നും ഓം ന്യൂസിലൻഡിന് ഒരു ഭയങ്കര ഉത്സവം തന്നെയാണ്. അതിലിങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഞങ്ങളുടെ ചെറിയ ചെറിയ പാചകത്തിലുള്ള ചെറിയ ചെറിയ കഴിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളോടെല്ലാവരോടും എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഒരുപാട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ അഹങ്കാരമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് കൊണ്ടുവരാൻ പറ്റാന്നുള്ളത് ഞങ്ങളുടെ ഒരു അഹങ്കാരമോ അഭിമാനമോ എന്താച്ചാ വേണമെങ്കിൽ പറയാം. ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു ഇതിലേക്ക് എന്നെയും കൂടെ അതിലേക്ക് കൂട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വി മസ്റ്റ് സേ താങ്ക് യു. ഓക്കെ, അപ്പം എൻ്റെ പേര് അശ്വതി പറഞ്ഞുകൊണ്ട് ഗീതു. ഞാൻ ന്യൂസിലാൻഡ് എത്തിയിട്ട് 5 വർഷമാവുന്നു. അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഞാൻ മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ട് നോർത്ത് ഷോർ DHPയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നിൽ ഒരു റെസ്റ്റ് ഹോമിലായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാം, ജീവനാണ് എൻ്റെ ഹസ്ബൻഡ്. കമ്മിറ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത ആൾ ജാൻവി, ആൾക്ക് ഇപ്പോൾ 8 വയസ്സായി. ഇളയാൾ ഇഷാൻവി, ആൾക്ക് 5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളൊരു കുഞ്ഞു കുടുംബമാണ്. ഞാൻ നാട്ടിൽ കോട്ടയം ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്വദേശം. ജീവൻ പത്തനംതിട്ട തിരുവല്ലയാണ്. ഞാനും കോട്ടയംകാരിയാണ് കേട്ടോ. അതെ, നമ്മുടെ പ്രത്യേക ആത്മബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾ ജീവൻ എവിടെയായിരുന്നു? പത്തനംതിട്ട അല്ലേ? പത്തനംതിട്ടയാണ്. ഇപ്പോൾ ജീവൻ ഇപ്പോൾ ഇവിടെ ഓക്ലൻഡ് പോർട്ടിൽ സർവേയറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ നേഴ്സായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബം മുന്നോട്ട് പോകുന്നു. നല്ല സന്തോഷം. അപ്പൊ എങ്ങനെ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഓണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും തിരുവോണം എന്ന് പറയുന്നത് നമുക്കൊരു അവധി ദിവസം അല്ല. അപ്പൊ അന്നത്തെ ദിവസം ലീവ് എടുക്കുവോ? എങ്ങനെയാണ് ഇവിടുത്തെ ഓണം പ്രിപ്പറേഷൻസ്? അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം പുറത്തേക്ക് പോകുന്ന ഏതൊരു പ്രവാസിയുടെയും വലിയൊരു സങ്കടമാണ് ഇതുപോലുള്ള ആഘോഷങ്ങൾ നമുക്ക് മിസ്സാവും. അതിലുപരി നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ, നമുക്ക് നമ്മുടെ സ്വന്തക്കാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒന്നും കാണത്തില്ല. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്. അത് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ എസ്പെഷ്യലി പോകുന്ന എല്ലാവരുടെയും ഒരു വലിയ സങ്കടമാണത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനൊരു വലിയ മാറ്റം എനിക്ക് തോന്നുന്നു. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂസിലാൻഡ് ഈസ് എ ബ്ലെസ്ഡ് കൺട്രി. ഒരു ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. അതിലുപരി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുക. അതിൽ തന്നെ ഓം ന്യൂസിലാൻഡിൽ ഞാൻ ജോയിൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിങ്ങനെ ഒരു മിസ്സിങ് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഓം ന്യൂസിലാൻഡ് എൻ്റെ ലൈഫിൽ, ന്യൂസിലാൻഡ് ജീവിതത്തിൽ ഒരു വലിയ പാർട്ടാണ് ഓം ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അതിൽ ചേർന്നതിന് ശേഷം ഓരോ ഇവൻറ്റ്സും, അത് ചെറുത് മുതൽ വലിയ ഏതൊരു ഇവൻറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ നന്നായിട്ട് അത് ആഘോഷിക്കാറുണ്ട്. അതിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ അത് ആഘോഷിക്കാറുണ്ട്. കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നാട്ടിലെ ഓണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും മിസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും നമുക്ക് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്തെങ്കിലും പറ്റി തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞു ഏറ്റവും ഒരു വലിയ വിഷമമൊന്നും നമ്മുടെ അച്ഛൻ, അമ്മ, അങ്ങനെ നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത് എന്നും ഒരു മിസ്സിംഗ് ആണ്. ആരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടെയും ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓം ന്യൂസിലൻഡിൻ്റെ ഒരു ഇവന്റ് എടുത്താൽ തന്നെ അതിൽ തലേദിവസമുള്ള പ്രിപ്പറേഷനിലൊക്കെ ചില നമ്മളൊരു വലിയ കൂട്ടുകുടുംബത്തിലോട്ട് ചെന്നതുപോലെയാണ്. നമുക്ക് എല്ലാവർക്കും അത് എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം
അപ്പോൾ മിസ്സിംഗ് ഉണ്ട് എങ്കിലും അതിനെ കവർ ചെയ്യുന്നതിൽ ഹോം ന്യൂസിലൻഡ് വലിയൊരു ഭാഗമാകാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടുകുടുംബത്തിൽ ചെന്നിട്ടുള്ളൊരു ബഹളവും കളിയും ചിരിയും അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാണ്. ഈ വർഷവും ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി. ഇളയ ആള് വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണല്ലോ വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ അതിനൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ആൾക്ക് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പൊ ആൾക്കും ഇനി ഓണസദ്യ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് പറയുന്നത് നമ്മളെ ഏത് വിഭവമാണ് പരിചയപ്പെടുത്തുന്നതെന്ന് പറയൂ. അപ്പം എനിക്കിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പം എല്ലാവരും ഒത്തിരി വലിയ വലിയ കറികളും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെച്ച് കുറച്ച് മധുരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. മധുരമാണ് നമുക്ക് ഉള്ളത്. അപ്പം അതിൽ നിന്ന് ഒരുപാട് സമയം കളയാതെ ഇങ്ങനെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് സമയമാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇല്ലാത്തത്. പ്രത്യേകിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും സമയം തികയത്തില്ല ഉച്ചയ്ക്ക് കഴിക്കാറാവുമ്പോഴേക്കും. ഞാൻ ആലോചിച്ചു, എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെയും കുറച്ച് ഈസി ആയിട്ടൊരു ഇൻസ്റ്റന്റ് പാലട പായസം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ വരുമെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഗീതുവിന്റെ ഇൻസ്റ്റന്റ് പാലട പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയിട്ട് വരാം. ശരി, അപ്പോൾ നമുക്ക് പാലടയുടെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയാലോ? ശരി, ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റന്റ് പാലടയാണ്. അപ്പം ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ക്വിക്കായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് ഏതൊരു സ്റ്റുഡന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പാക്ക് ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ്. അത് ഏത് കമ്പനിയുടെ ഏത് ആണെങ്കിലും പ്രശ്നമില്ല, അത് എടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 400 ഗ്രാം. ഇത് ഒരു അറൗണ്ട് 2 ലിറ്റർ ഓഫ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഹോൾ ക്രീമിന്റെ മിൽക്ക്. ഒത്തിരി ഫാറ്റ് അത് ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ എടുക്കാം. ഇതിപ്പോ ഞാൻ നോർമൽ ട്രിം മിൽക്ക് അല്ല, നോർമൽ ഫാറ്റി മിൽക്ക്. പിന്നെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക്. അത് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അത് എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. സ്വീറ്റ്നെസ്സും പിന്നെ അതൊരു ഇച്ചിരി കൂടെ ഒന്ന് അതിന്റെ കളറും അതിന്റെ ഒരു ടെക്സ്ചറും കറക്റ്റ് ആയിട്ട് വരും. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ആദ്യമേ നമ്മൾ പാല് മാത്രം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓവറായിട്ട് കുക്കായിപ്പോ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടത് ഒരു അടി കട്ടിയുള്ള എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാനൊരു കടായിയുടെ ഒരു വലിയ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അടി നല്ല കട്ടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് അട പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കടായി വെച്ചു. തീ ഓൺ ചെയ്യാം. അതുകൊണ്ടായിരിക്കും അല്ലേ പണ്ടുള്ളവരൊക്കെ ഉരുളിക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന ഉരുളിക്ക് നല്ല കട്ടിയാണ്. അത് ചൂട് ഒരുപോലെ നിൽക്കും. തുടക്കത്തിൽ ഇച്ചിരി ചൂടായിക്കോട്ടെ. ഞാനിപ്പോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിട്ടിരിക്കുന്നു, ചൂടാവാൻ വേണ്ടി. മിൽക്ക് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന്റെ പകുതി. നമ്മൾ 2 ലിറ്ററിലായിരുന്നു എടുത്ത് വെച്ചിരിക്കുന്നത്. അറൗണ്ട് 2 ലിറ്റർ മൊത്തം ഇല്ല. ഞാൻ അവസാനം പറയാം മൊത്തം നമ്മൾ എത്ര എടുത്തു. ചിലപ്പോൾ ഇതിനകത്തൊരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ 2 ലിറ്റർ എന്നുള്ള ഇതിലാണ് പോകുന്നത്. ഇതൊരു അറൗണ്ട് 1 ലിറ്റർ വെള്ളമുണ്ട്. അതിന്റെ ഒരു ഹാഫ് ഞാൻ ഒഴിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 1 ലിറ്ററോളം പാലും 1/2 ലിറ്ററോളം വെള്ളം ഒഴിക്കുകയാണ്. ഇതിനുശേഷം ഇനിയിപ്പോ ഇതിലേക്ക് ഇത് മൊത്തം കൂടെ ഞാൻ ഈ മിക്സ് അങ്ങ് ഇടുവാണ്. നമ്മുടെ മിക്സ് ഇടുകയാണ്. അപ്പൊ ഇതിനകത്ത് മറ്റേ കാഷ്നട്ടും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. വേണമെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് കുറച്ച് നെയ്യിൽ വഴറ്റി ചേർക്കാം. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അവസാനം ആഡ് ചെയ്താലും മതി. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് ക്വിക്കായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. നമ്മളിപ്പം പാലും വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് അടയുടെ മിക്സ് ഇട്ടു. ഒന്ന് ഇളക്കി ഇടുകയാണ്. ഈവനാണ്, കാരണം അതിനകത്ത് ഷുഗറും കാഷ്യൂ എല്ലാം ഒരുപോലെ ഈവനായിട്ട് വരാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കിയിടുന്നു. ഇതിനിപ്പോ ഒത്തിരി ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. കാരണം അടി കട്ടിയുള്ള പാത്രമാണ്, അങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും അടുക്കി പിടിക്കും. ഇത് അവിടെ അങ്ങനെ ഇരുന്ന് വേവട്ടെ. അടച്ചു വെക്കണോ? ഇപ്പൊ അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. ഓക്കെ, നോക്കാം ഇതിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. നല്ല നന്നായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ പായസം എന്തായാലും നോക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു അല്ലെ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അട വേവുന്ന സമയമാണ് മെയിൻ. ഇപ്പൊ നമ്മള് മറ്റേ ഒരു എന്താ പറയുന്നത്, ശരിയായ രീതിയിൽ ഇതിനെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ അടയൊക്കെ ആദ്യമേ നമ്മൾ വേവിച്ച് വെക്കും. അപ്പൊ പിന്നെ ആ ഒരു പാട്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തോട്ടൊന്ന് ഇതാവുന്ന ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുള്ളൂ. അതെ, ഒറിജിനൽ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്യുന്ന സമയമുള്ളൂ. വീട്ടിലൊക്കെ ഇലയൊക്കെ വെട്ടി അതില് മറ്റേ മാവൊക്കെ ഒഴിച്ച് ഒതന്റിക്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്ത് വന്നെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു വെള്ളം ആഡ് ചെയ്യാണ്. ഒന്ന് കുറുകിയിട്ടുണ്ട് അല്ലേ? ഒന്ന് കുറുകി. അപ്പൊ ഇപ്പോഴേ കുറുകണ്ട, നമുക്ക് ലാസ്റ്റ് കുറുകിയാൽ മതി. കാരണം ഇനി അട വേവാനുണ്ട് കുറച്ചുകൂടെ. കുറച്ചും കൂടെ പാലും കൂടെ. ഈ പാല് വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറ്റിച്ച് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് അങ്ങനെ ആവശ്യമില്ല. ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തിളപ്പിച്ചാറ്റിച്ചൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ടൈം കൂടുതലെടുക്കും, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒഴിക്കാം. അങ്ങനെ രണ്ടും ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടോ? എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇനി അറിഞ്ഞൂടാ എക്സ്പേർട്സ് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മൾ ഒന്നുകൂടെ ആ ഒരു കുറുക്ക് കുറഞ്ഞു, ലൂസ് ആയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ എപ്പോഴും അടയിനേക്കാളും മേലെ നിൽക്കണം പാല് അല്ലെങ്കിൽ വെള്ളം, അത് മേലെ നിൽക്കണം. ഏതൊരു പരിപാടിയുടെയും അതിന്റെ വിജയം എന്ന് പറയുന്നത് സ്പോൺസേഴ്സ് ആണ്. നമ്മുടെ ഭാഗ്യം എന്നോണം ഇത്തവണ ഓണം കുക്കിംഗ് സീരീസിന്റെ സ്പോൺസർ സോൾട്ട് മാംഗോ ട്രീ ആണ്. നിങ്ങളിൽ പലരും അവിടെ പോയിട്ടുണ്ടാകും, ഞാനും പോയിട്ടുണ്ട്. എന്റെ അവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വെട്ടുകേക്ക്, പഴംപൊരി, അങ്ങനത്തെയുള്ള സ്നാക്സ് ആണ്. ബാക്കിയുള്ള വിഭവങ്ങളും ഉണ്ട് കേട്ടോ, ഇത് എന്റെ ഫേവറേറ്റ് ആണെന്ന് മാത്രം. അവിടെ മീൽസ് ഉണ്ട്, കൊത്തുപൊറോട്ടയുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്പേസ് ആണ് അത്. ഇനി ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ഓൾ ദെയർ ഡിഷസ്. നമുക്കിതൊന്ന് ഇളക്കി നോക്കണം അല്ലേ? അപ്പം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അട ഓൾമോസ്റ്റ് ഒരു 90% ഇപ്പൊ വെന്തിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എടുത്തു വെച്ച് ജാറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാലും വെള്ളവും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി വേണ്ട രീതിയിൽ ഒഴിച്ചു, ഒത്തിരി കൂടി പോരുത്. അപ്പം അട ഒത്തിരി താഴെയും പാൽ ഒത്തിരി ലൂസായി പോവും. അങ്ങനെ അല്ലാതെ നോക്കി ഇടയ്ക്കിടയ്ക്ക്. പാലട ഇൻസ്റ്റന്റ് വെക്കുന്ന ആൾക്കാര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിച്ച് അതിനകത്തിട്ട് വേവിക്കും. ആക്ച്വലി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഇൻസ്ട്രക്ഷൻസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അറിവില്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ആദ്യം എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, ഇത് ഇരുന്നിട്ട് ഒന്ന് കുറുകുമല്ലോ, ആയി കഴിഞ്ഞാലും ഇരുന്നിട്ട് ഒന്ന് കുറുകും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും തണുത്ത് കഴിയുമ്പോൾ. നമ്മൾ ആഡ് ചെയ്തു, ഇനി ഒന്നുകൂടെ ഒന്ന് ആവാനായിട്ട് വെക്കണം, തിളക്കാനായിട്ട്. നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ നമ്മൾ തീ ഓഫ് ചെയ്യും. പിന്നെ ആഡ് ചെയ്യുന്നതെല്ലാം തീ ഓഫ് ചെയ്തിട്ടാണ്. അത് ശരി. വെന്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അടുപ്പ് ഓഫ് ആക്കിക്കോണം. ബാക്കി എന്ത് ടച്ചപ്സും അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അത് അധികം വേഗാതിരിക്കാനും കുറുകാതിരിക്കാനും ആയിരിക്കും. പിന്നെ വെന്ത് കഴിഞ്ഞാൽ അട കലങ്ങി പോകും. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ പാലടയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ മിച്ചമുള്ള ശകലം പാലും കൂടെ കുറേശ്ശെ നമ്മള് ഫുൾ ബാക്കിയുള്ളതോടെ റിമൈനിങ് ഹാഫ്, അതായത് നമ്മള് ആദ്യം പറഞ്ഞ പോലെ അറൌണ്ട് 2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. 400 ഗ്രാം ഇൻസ്റ്റന്റ് പാലട മിക്സിന് 400 ഗ്രാം ഇൻസ്റ്റന്റ് പാലട മിക്സിന് ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ആണ്. അങ്ങനത്തെ നമ്മൾ 2 പാക്കാണ് എടുത്തത്. അതിൽ 2 ലിറ്റർ പാല്, ഏകദേശം 1 ലിറ്റർ വെള്ളം. ഇനി പക്ഷെ വെള്ളമൊക്കെ വറ്റി പോവായിരിക്കും. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിപ്പോ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് അധികം പരിപാടികളില്ല, നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് ഒരു തളയും കൂടെ വരണം. ഇപ്പൊ ഒഴിച്ച പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് വെക്കണം. നമുക്കപ്പൊ തിള വീണോ നോക്കാം അല്ലെ? ഇപ്പം ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
തിളച്ചിട്ടുണ്ട്. അവസാനത്തെ പാലും വെള്ളം ഒഴിച്ച് ഒന്ന് തിള വന്നു. ഒന്ന് ഇളക്ക. നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലേ? ഇനിയിപ്പോ ഇത് ഇവിടുന്ന് ഒന്ന് മാറ്റി വെക്കാം. കാര്യം അതില് ചൂടുണ്ടാവും. പിന്നെ ഇപ്പൊ അധികം പരിപാടികളൊന്നുമില്ല. ഇനിയും ഞാൻ ആദ്യം 2 കാര്യം ആഡ് ചെയ്യുന്ന കാര്യം വിട്ടുപോയായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നെയ്യ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ആഡ് ചെയ്യണ്ട. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. അതിന്റെ മേളിലൊരു കുറുകല ടെക്സ്ചറും ഇതെല്ലാം കൂടെ സെറ്റ് ആവാൻ നെയ്യ് നല്ലതാണ്. ഞാനൊരു അറൌണ്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 400 ഗ്രാം അടയ്ക്ക് 3 ടേബിൾ സ്പൂൺ. അത് പക്ഷെ നമ്മുടെ ഇഷ്ടമാണ്. നെയ്യ് നന്നായി ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടി വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല, എന്നാ അതൊന്നും വേണം. അപ്പൊ ഞാൻ ഞാൻ നെയ്യ് ആഡ് ചെയ്യുവാണേ. ത്രീ ടേബിൾ സ്പൂൺ ഓഫ് നെയ്യ്. താങ്ക് യു. ആ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചപ്പോഴുള്ള മണത്തിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇത് ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ഇത്രയും മധുരം ഉള്ളത് കൊണ്ട് അതിനൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു ഉപ്പ്, ഒരു പിഞ്ചാണ്. മധുരം ചെടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇത് ഓപ്ഷണൽ ആണല്ലോ അല്ലേ? തീർത്തും ഓപ്ഷണലാണ്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട, ഇത് തീർത്തും. കാരണം ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റന്റ് മിക്സ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ട പാകത്തിനുള്ള മധുരം അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ടെക്സ്ചർ മാറും, കളറ് മാറും, ഒന്നുകൂടെ ക്രീമി ആകും. ആ ഒരു സദ്യ കളറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇലയില് പാലട ഒഴിക്കുമ്പോൾ അതൊരിക്കലും ഒഴുകി പോകരുത്. അതാണ് അതിന്റെ ഒരു എക്സാക്ട് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബോളി ഉണ്ടെങ്കിൽ ബോളിയുടെ ആ ഒരു ഇത് വിട്ടിട്ട് ഇത് പുറത്തു പോകരുത്. അതാണ് നല്ലൊരു പാലടയുടെ ലക്ഷണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് തന്നെ. കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് വേണം ഇത് ഒഴിക്കാൻ. കുറേശ്ശെ അല്ലേ? പറഞ്ഞോണോ കേട്ടോ. ഇപ്പൊ നമ്മള് ഒഴിച്ചു കുറച്ചും കൂടെ ഒഴിച്ചു. ആഹാ, കളർ അങ്ങ് എൻറ്റയർലി മാറി. ഒരു നല്ല ചന്ദന കളറായിട്ടുണ്ട്. ഇതിനും പെട്ടെന്ന് ഇപ്പൊ തീ ഓഫ് ചെയ്യാൻ പറഞ്ഞ ഇതും പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യത. അടയായിട്ട് ചേരുമ്പോ നമ്മള് ഇത് അതാണ് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിച്ചെന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാം കൂടെ ഇളകി ഇതുമായിട്ട് മിക്സ് ആവും. കുറച്ചാകുമ്പോ അത് മിക്സ് ആയിക്കൊണ്ടേ ഇരിക്കും. അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. നമ്മുടെ പായസം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി പകർക്കാം. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കളറൊക്കെ കണ്ട ടോട്ടലി ആ ഒരു ക്രീം യെലോയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. അടിപൊളിയാണേ കാണാൻ മണവും അടിപൊളി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വിത്ത് യുവർ പെർമിഷൻ, വിത്ത് എവരിവൺസ് പെർമിഷൻ. ഓക്കെ, അടിപൊളി. ലൈക്ക് ഭയങ്കര മധുരം എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര അങ്ങനെ നമുക്ക് സ്യൂട്ടബിൾ ആണ്. മേ ബി എനിക്ക് ആ ഉപ്പൊക്കെ ഇട്ടതിന്റെ അതായിരിക്കും. ആ മധുരം ചെടിക്കുന്നില്ല. എല്ലാം നല്ല ബാലൻസ് ആയിട്ടുണ്ട്. കണ്ടൻസ് മിൽക്കിന്റെ ടേസ്റ്റും അധികം അറിയാനില്ല. നല്ല അടിപൊളി. ഒത്തിരി ലൂസ് ആയിട്ടില്ല. കട്ടി നല്ല ഒരു ക്രീമിയാണ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് നല്ലൊരു പായസം, ഞങ്ങളുടെ മധുരം ഞങ്ങൾക്ക് തന്നതിന്, ഓണമധുരം ഞങ്ങൾക്ക് തന്നതിന്, അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതിനും എനിക്ക് ഉണ്ടാക്കി തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓം ന്യൂസിലാൻഡ്. കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞാനൊരു ഭയങ്കര കുക്കിംഗ് അറിയുന്ന ഒരാളൊന്നും അല്ല.
എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഒരു കുഞ്ഞു സാധനം, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അതിന് ഇത്രയധികം സപ്പോർട്ട് തന്ന സ്പെഷ്യലി അശ്വതിക്കും ഓം ന്യൂസിലൻഡിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും അതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സിനും ഒരുപാട് താങ്ക്സ് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓം ന്യൂസിലൻഡിൻ്റെയും ഞങ്ങളുടെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.